മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്ന് എന്തിനാണ് ഈ കുട്ടി പാകിസ്ഥാൻ എന്ന് ചോദിച്ച ആളുകളാണ് കോൺഗ്രസുകാർ. സാർ ഞാൻ പറയാം, ഇരിക്ക്. അദ്ദേഹം പറയട്ടെ. പഴയ ചരിത്രം അറിയില്ലെങ്കിൽ അത് പഠിക്കൂ. പറയാം, അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കേൾക്ക്, അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയട്ടെ. അദ്ദേഹം എന്താണ് നിങ്ങൾ ചന്തയിൽ വന്നാണിരിക്കുന്നത്? ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത്. എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത്? മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും. അന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്, മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ, എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത്? അദ്ദേഹം എന്തിനെങ്കിലും പ്രകോപിതരാവേണ്ട കാര്യം എന്താ? പ്രതിപക്ഷ സംസാരിച്ചോട്ടെ. അടുത്ത പ്രതിപക്ഷ അതിന്റെ പ്രശ്നം കണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ് ശ്രീ കടകംപള്ളി പ്ലീസ്, അദ്ദേഹം സംസാരിക്കട്ടെ. സാർ, മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ വിരിമാറിലൂടെയായിരിക്കും. അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കൂ, ജില്ല ഞങ്ങൾക്ക് വേണം എന്ന് CH പ്രഖ്യാപിച്ചു. CH അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് CHന്റെ മകൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. CHന്റെ പ്രിയപ്പെട്ട മകൻ മുനീർ സാഹിബ്, ഞാൻ CHന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട്. മുനീർ സാഹിബെ, ഞാൻ CHന്റെ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. PK ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല. സാർ, മൈക്ക് കൊടുക്ക്. ആ മൈക്ക് തരുന്നുണ്ട്, പ്രകോപിതനാവണ്ട. മൈക്ക് തരുന്നുണ്ട്. PK ബഷീർ വായിച്ചോ? PK ബഷീർ വായിച്ചില്ലേ എന്ന് ആൾക്കാർ ഇവരാണ് സർ. ശ്രീ KT ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക. ശ്രീ KT ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക. ശ്രീ KT ജലീൽ അങ്ങ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക പ്ലീസ്. പ്രസംഗം നടക്കട്ടെ. അങ്ങ് സംസാരിക്കും. അവിടെ ഇരിക്കെ ശ്രീ PK ബഷീർ പ്ലീസ്. അവിടെ ഇരിക്കെ പ്ലീസ്. CH മുഹമ്മദ് കോയ സാഹിബ് അല്ല, അതൊക്കെ നജീബ് അവിടെ ഇരുന്നേച്ച് തൽക്കാലം അവിടെ ഇരിക്ക്. ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്റെ വാക്കല്ല. അത് പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം. ഞാൻ വായിച്ചിട്ടുണ്ടത്. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് CH അങ്ങനെ പ്രസംഗിച്ചത്. സാർ, ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത്, അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത്. സാർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത്? ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. സാർ, മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ്. 1921 മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ്? അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത്? 1921 ബ്രിട്ടീഷ് വിരുദ്ധ സമരം. ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ
പ്രതിപക്ഷ നേതാവെ ഒന്ന് കേൾക്ക്. നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല, അവര് നിർത്തട്ടേന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ്. വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ, ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത്. 1921 മലബാർ കലാപത്തെ ഒറ്റുകൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് 1972 വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ്. 1972 ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൌൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് 1921 മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത്. സാർ, അധികമായിട്ടൊന്നുമില്ല. ഈ സഭയിൽ RSSന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക? RSSന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ? വിളക്ക് കൊളുത്തിയില്ലേ? ഗോൾവാൾക്കറുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുതില്ലേ? സാർ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സാർ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ RSS വിരുദ്ധരാരാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ. ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു നേതാവേ ഉള്ളൂ സാർ ഒന്നാം റാങ്ക് RSS വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരു അവാർഡ് ഏർപ്പെടുത്തിയാൽ ആ അവാർഡിന് അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ സഖാവ് പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട്? പറ നിങ്ങൾ. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർന്നു വീഴുമ്പോ തനിക്കറിയാവുന്ന ഒരു ഭാഷയിലെങ്കിലും നോ എന്ന് പറഞ്ഞോ നരസിംഹറാവു? ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യമൊരുക്കി കൊടുത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ഇടതുപക്ഷമാണോ? കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ ഓർക്കണം. സാർ, ബാബറി മസ്ജിദ് തകർന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോ ഇതാ ഞങ്ങളുടെ വക സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി ഇഷ്ടിക സമ്മാനിച്ചത് ആരാണ്? കോൺഗ്രസ് അല്ലേ? ഇടതുപക്ഷമാണോ? അങ്ങയുടെ സമയം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? സാർ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രാജ്യത്ത് RSSനെയും BJPയെയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ ബലി കൊടുത്തവരാണിവർ. കൂടെ ഇരിക്കുന്ന കോൺഗ്രസുകാർ ഇന്ന് വരെ ഏതെങ്കിലും ഒരു RSSകാരനെതിരായി BJPക്കാരനെതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ? തമാശക്കെങ്കിലും. കോൺഗ്രസുകാർ പരസ്പരം അവരുടെ ആഭ്യന്തര കലാപത്തെ തുടർന്ന്, അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കോൺഗ്രസുകാർ പരസ്പരം കൊന്നിട്ടുണ്ട്. കോൺഗ്രസുകാർ പരസ്പരം കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സാർ, ഒരു RSSകാരനെ ഇന്ന് വരെ ഒരു RSS. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് സംസാരിക്കാം. ഒരു മിനിറ്റ്. അതിൽ അദ്ദേഹത്തിന് സമയം എക്സീഡ് ചെയ്തതല്ല, റിവേഴ്സ് ഓർഡറിൽ വന്നതാണ്.